ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മ നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇന്ന് ബുധനാഴ്ച എനിക്ക് 2-3 ദിവസം ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ടാണ് എൻ്റെ ഒരു അഡ്രസ്സും ഇല്ലാതിരുന്നത്. അപ്പോൾ ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് എനിക്ക് ഡ്യൂട്ടി ഇല്ല, ഓഫാണ്. അപ്പോൾ പിള്ളേരെ സ്കൂളിലൊക്കെ വിട്ട് അങ്ങനെ ഞങ്ങളിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ നല്ല വെയിലാണ്. അപ്പോൾ നമ്മുടെ പൂന്തോട്ടം നിങ്ങൾക്ക് എല്ലാവരും ഇപ്പം ഞാൻ പഴയ വീഡിയോസിലെല്ലാം കാണിച്ചിട്ടുണ്ട്. നല്ല പൂക്കളും ഒക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞ പോലെ നല്ലൊരു പുതിയൊരു റോസപ്പൂ ഉണ്ടായി കേട്ടോ. നല്ല ഭംഗിയാണ്, ഒത്തിരി ഇതളുകളും കാര്യങ്ങളൊക്കെ ഉള്ള റോസപ്പൂവാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പകാലങ്ങളാണ് ഓർമ്മ വന്നത്. ഇന്ന് രാവിലെ എന്നോട് പിള്ളേർ ചോദിച്ചു, എൻ്റെ മക്കൾ ചോദിച്ചു, മമ്മി ചെറുപ്പത്തിൽ എങ്ങനെയാണ് സ്കൂളിൽ പോയത്, കാറിലായിരുന്നോ എന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ചെറുപ്പത്തിൽ കാറുകളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ റോഡ് പഴയ കുണ്ടും കുഴിയും ഉള്ള റോട്ടിൽ കൂടെയൊക്കെ ചാടി ഓടി മറിഞ്ഞും ഒക്കെയാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അതും ഞാൻ കൃത്യസമയത്ത് സ്കൂളിൽ പോകുന്ന ആളാണ്. ഒരു 10 മിനിറ്റ് പോലും നേരത്തെ ഞാൻ സ്കൂളിലെത്തുന്ന ആളല്ല. 10 മണിക്കത്തെ ക്ലാസ്സിന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ചിലപ്പോൾ 9:30 കഴിഞ്ഞല്ലോ, 9:35 40 കഴിയുമ്പോഴാണ് ഞാൻ ഇറങ്ങുന്നത്. പിന്നെ ഇടവഴി കൂടെ ഒരു കണ്ടം വഴി ഒരൊറ്റ ഓട്ടമാണ്. അതിനിടയ്ക്ക് ഒരു 100 പട്ടികൾ നമ്മുടെ പുറകെ കടിക്കാൻ വരും. എന്തൊക്കെ ഓർമ്മകളാണ് അല്ലേ. അതൊക്കെ ചാടി ഓടി കടന്ന് ആ ഒരു പ്രായം അതെല്ലാം കടന്നു പോയി. എന്ത് രസമായിരുന്നു അതൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നു നമ്മുടെ ആ ചെറുപ്പകാലം. പിന്നെ എന്താണ്, അതുകൊണ്ടൊക്കെ ഓടുകയും ചാടുകയൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ കൈക്കും കാലിനും ഒക്കെ നല്ല ആരോഗ്യമൊക്കെ ദൈവം അല്ലേ തന്നു. ഇവിടം വരെ ദൈവം എത്തിച്ചു. പിന്നെ ഇന്ന് നമ്മുടെ ഭക്ഷണ രീതി കാരണം വല്ലപ്പോഴൊക്കെ നമ്മുടെ ഭക്ഷണങ്ങളും എല്ലാം മാറി, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയപ്പോഴത്തേക്കും നമുക്ക് കൈക്കും കാലിനൊക്കെ വേദന ഉണ്ടാവും. അത് വേറെ കാര്യം. പക്ഷെ നമ്മുടെ പിള്ളേർക്ക് ഒന്നും കിട്ടുന്നില്ല. അവരൊക്കെ എപ്പോഴും ഇപ്പം ഇപ്പം നമ്മുടെ നാട്ടിൽ പോലും പിള്ളേർ കാറിൽ, സ്കൂട്ടറിൽ, ഓട്ടോറിക്ഷയിലാണ്. ആരും നടന്നു പോകുന്ന പിള്ളേർ കുറവാണ്. അപ്പം നമ്മുടെ പിള്ളേരൊക്കെ ഇങ്ങനെ കാറിലൊക്കെ പോകുമ്പോൾ അവർക്ക് നമ്മൾ അനുഭവിച്ച ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ചെറുപ്പകാലത്തിലെ ഒരു സുഖമൊന്നും അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പിള്ളേരോട് പറഞ്ഞു കൊടുത്തു, മമ്മി നടന്നാണ് പോയത്. മമ്മി കുണ്ടും കുഴിയും വലിയ ഡിഗ്ഗുള്ള റോഡിൽ കൂടെയൊക്കെ വലിയ കരികല്ലും പാറക്കല്ലും എല്ലാം കടന്ന് ചാടി ഓടിയാണ് പോയത്. അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ആഗ്രഹം ഇനി നാട്ടിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ സ്കൂളും കാര്യങ്ങളൊക്കെ കാണണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഇനി നമുക്ക് നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്കിതൊക്കെ കാണാം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചെറുപ്പകാലത്തിൻ്റെ ഓർമ്മകളിലേക്ക് പിന്നെ മാങ്ങാപ്പഴം പറിക്കാൻ പോകുന്നു, പിന്നെ തേങ്ങ പറിക്കാൻ പോകുന്നു, കപ്പലണ്ടി പറക്കാൻ വലിയ ബക്കറ്റുമായിട്ട് പോകുന്നു, പശുവിന് പിന്നെ പുല്ല് പറിക്കാൻ പോകുന്നു, ആടിനെ വലിച്ചു കെട്ടാൻ പോകുന്നു. അതിനിടയ്ക്ക് ആടിൻ്റെ വള്ളി എൻ്റെ കാലേ കുരുങ്ങി, എൻ്റെ കാല് മുഴുവൻ പഴുത്ത് എന്ന് വെച്ചാൽ പാട് വീണു, ഒരഞ്ഞ് എന്നാ പറയുക ചോര വന്ന്. എന്തൊക്കെ അനുഭവങ്ങളാണ്, എന്ത് രസമായിരുന്നു ചെറുപ്പകാലം. ഇപ്പോൾ ചെറുപ്പകാലത്തിലേക്കുള്ള ഒരു ഓർമ്മ. ഇന്ന് രാവിലെ പിള്ളേരെയും കൊണ്ട് ഞാൻ നടന്നാണ് സ്കൂളിൽ പോയത്. അപ്പം ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് നടക്കാനും നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഇങ്ങനെ നടന്നു പോയപ്പോഴത്തേക്കുള്ള സംഭാഷണങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞു വന്നത്. അപ്പം ഇന്നിങ്ങനെ പിള്ളേർ ചോദിച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചു ചെറുപ്പകാലത്തിൻ്റെ ഈ ഒരു വീഡിയോ ഇന്നിടാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്താണ്, നമ്മൾ പള്ളിയിൽ പോക്ക്, ചെറുപ്പത്തിൽ പള്ളിയിൽ പോക്ക്, വേദപാഠം, മിഷ്ലിങ്, പിന്നെ മിഷ്ലിങ്ങിൻ്റെ പിരിവിന് പോകുന്നു, പിന്നെ വീടുകളിൽ പോയിട്ട് പള്ളിയിൽ നിന്ന് വീടുകളിലേക്ക് വിടുമല്ലോ, ഓരോ ഗ്യാങ്ങായിട്ട് ഗ്രൂപ്പായിട്ട് പോയി എന്താണ് അവർ തരുന്ന നേർച്ചകളെല്ലാം മേടിക്കുന്നു. എന്ത് രസമായിരുന്നു അല്ലേ ചെറുപ്പകാലം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടിയില്ലാത്ത ഒരു കാലമാണ്. അതിനിടയ്ക്ക് നമ്മുടെ തോട്ടിൽ പോയി മീനിനെ, കൂത്താടീനെ പിടിക്കുന്നു. മീനാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ തവള, മക്രീനെയൊക്കെയാണ് പിടിച്ചുകൊണ്ട് വരുന്നത്. എന്ത് രസമായിരുന്നു എന്നാൽ ആ ചോറ്റുപാത്രത്തിൽ ഇട്ടുകൊണ്ട് വരുന്ന ഓർമ്മകളൊക്കെ ഇന്ന് ഒത്തിരി മിസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ചെറുപ്പകാലം അല്ലേ, പണ്ടൊരു കവി പാടിയ പോലെ, ഒരു വട്ടം കൂടി എന്നോർമതൻ നീഴുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലർത്തുവാൻ മോഹം, മരമൊന്നുലർത്തുവാൻ മോഹം, തൊടിയിലെ കിണർ വെള്ളം കോരി കുടിച്ചിട്ട്. അങ്ങനെയല്ലേ പാട്ട്, ബാക്കി അറിയത്തില്ല കേട്ടോ. അപ്പം ഇങ്ങനെ പാടി വന്നുള്ളൂ. അപ്പോൾ ചെറുപ്പകാലത്തിൻ്റെ ഓർമ്മകളിലേക്ക് ഒരു തിരിച്ചു പോക്ക്. ഇനി ജീവിതത്തിൽ ഒരിക്കലും കിട്ടില്ലാത്ത ആ ഒരു ചെറുപ്പകാലം നമുക്ക് എല്ലാവർക്കും ഒരു ഓർമ്മയാണ്. നമ്മുടെ വീട്ടിൽ പിന്നെ പള്ളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എല്ലാ ഞായറാഴ്ചയും കപ്പയിറച്ചി, എല്ലും കപ്പ ഉള്ള ഭക്ഷണം പോലെ സന്തോഷത്തോടെ അന്ന് മാന്യമായിട്ട് സന്തോഷത്തോടെ ജീവിച്ചു. പിന്നെ എല്ലാ ക്രിസ്മസിനും, എല്ലാവരുടെയും വീട്ടിൽ ക്രിസ്മസിനും, ഓണത്തിനും, ഈസ്റ്ററിനൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോകുന്നതും അതൊക്കെ എന്ത് രസമായിരുന്നു അല്ലേ. ഇതൊക്കെ ഒരു ഓർമ്മകളാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.